14-ാം രാവിൽ മറ്റൊരു മനോഹര ഗാനവുമായി ഇശൽ പ്രിയം റൗണ്ടിൽ നമുക്ക് മുന്നിൽ ബാദുഷാ. ബാദുഷക്കുട്ടി, ഇത് ഇശൽ പ്രിയം റൗണ്ട് അല്ലേ? ഫേവറേറ്റ് സോങ് പാടാനുള്ളൊരു റൗണ്ട്. ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? അതെ. ആണോ? ഭയങ്കര ഇഷ്ടമാണോ?
ഓക്കെ. ഇതിന്റെ വരികൾ ആരാ എഴുതിയിരിക്കണേ? ഇത് OM കരുവാരക്കുരു. ഓക്കെ സർ. ഇതിന്റെ സംഗീതം മജീദ് കൂരാട്. ഓക്കെ. ആദ്യമായിട്ടാണോ 14-ാം രാവിലാണോ ആദ്യമായിട്ട് ഈ സോങ് പാടുന്നത്? അതായത് ഇതിനായിട്ട് എഴുതിച്ചതാണ്. 14-ാം രാവിന് വേണ്ടി എഴുതിച്ച സോങ് ആണ് അല്ലേ? ഓ, അസലായിട്ട് പാടി. നല്ലൊരു അതിന്റെ ബാദുഷയുടെ കാര്യം പറയണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുമോ ഞങ്ങള് പുതിയ ഇതൊക്കെ ആയിട്ട്. അപ്പോ ഈ ശരിക്കും കേരള തനിമയെ കുറിച്ച് അല്ലെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു സോങ് ആണ്. ഇനി നമുക്കിതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കാം. ബാദുഷാക്ക് ഈ പാട്ടിന്റെ ഇതിനു വേണ്ടി എഴുതിച്ചു എന്നല്ലേ പറഞ്ഞത്. ഇതിന്റെ ഒരു ഒറിജിനൽ പാട്ടുണ്ട്, ചിത്തിര മുത്തൊളി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അല്ലേ? ആ പാട്ടല്ലേ? അപ്പൊ ആ പാട്ട് പാടിയിട്ടുണ്ടോ? പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ പാട്ടിന്റെ ആ ഒരു റൂട്ടിൽ എഴുതിച്ചൊരു അതിൽ വേറെ വരികൾ എഴുതിച്ചതാണ്. OM കരുവാരക്കുണ്ട് ഇങ്ങനെ ഇപ്പോൾ ട്രഡീഷണൽ സോങ്സ് ഒരുപാട് എഴുതിയ ആളാണത്. മലയാള പാട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഈ പാട്ടിന്റെ ഒരു ട്യൂണ്. അപ്പൊ ഞാൻ ആ ചിത്തിര മുത്തൊളി എന്നുള്ള പാട്ട് പല കുട്ടികളും പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അപ്പോൾ ബാദുഷായുടെ തെരഞ്ഞെടുപ്പിന് ബാദുഷാക്ക് ഇഷ്ടമുള്ള ഒരു ട്യൂണ് അതിലൊരു പാട്ട് എഴുതിച്ചു എന്നുള്ളതാണ്. പാടി ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു ട്യൂണ്. ഇത് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും കേരളത്തിന്റെ ഒരുമയെക്കുറിച്ച്, കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച്, പല ജാതി മതങ്ങൾ ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നു. തുഞ്ചനും മോയിൻകുട്ടി വൈദ്യരും, തുഞ്ചത്തെഴുത്തച്ഛനും മോയിൻകുട്ടി വൈദ്യരും ചങ്ങമ്പുഴയും ആശാനും ഒക്കെയുള്ള ഒരു നാട്. എല്ലാ വിവിധ കലകൾ, ദഫും കോൽക്കളിയും അറബനയും ഒക്കെ സംഗമിക്കുന്ന ഒരു നാട്. വിവിധ കലകള്, വിവിധ ജാതിമത വിഭാഗങ്ങള്, വിവിധ സംസ്കാരങ്ങളൊക്കെ അങ്ങനെ കേരളത്തിൽ നാം ഒരുമയായി കഴിയുന്നു എന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു എന്താ പറയാ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു തീർക്കുന്ന ഒരു പാട്ടാണിത്. പിന്നെ മോന് പാടിയതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം ഈ പാട്ട് ഇതിലപ്പുറം ആർക്കും പാടാൻ കഴിയില്ല. ഈ പാട്ട് അത്ര മനോഹരമായി, പ്രത്യേകിച്ച് ഇവരുടെ പ്രായത്തിൽ ഉള്ള കുട്ടികൾക്ക് പറ്റിയൊരു പാട്ട്. ഇതൊരു എന്താ പറയാ ഒരു വലിയൊരാൾ പാടിയാൽ ഇത്ര ഭംഗിയാവില്ല, ഉറപ്പാണ്. കാരണം ആ പാട്ടിന്റെ സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ബാദുഷായുടെ കാര്യത്തില് ബാദുഷായുടെ പാട്ടിനോടൊപ്പം തന്നെ ഞാൻ, പാട്ടിനേക്കാൾ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പാട്ടിനൊപ്പം തന്നെ ബാദുഷായുടെ ഒരു വിജയം സെലക്ഷനാണ്. കറക്റ്റാണ് ബാദുഷായുടെ ഈ സെലക്ഷനാണ് മുന്നോട്ടും ബാദുഷാക്ക് വേണ്ടത്. ഇത് നിലനിർത്തുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. കമണ്ടല്ലേ ഷാൻ സർ? ഞാനിപ്പോ എന്താ പറയാ, എന്ത് പറയാനല്ലേ, ഞാൻ ഭയങ്കര ത്രില്ഡാണ് ബാദു. ഞാൻ ശരിക്കും പറഞ്ഞത് എന്താ പറയാ, ഈ ഒരു പാക്കേജിൽ നിന്ന് ഇത് വരുമ്പോഴേ അതൊരു വലിയൊരു കാര്യമാണ്. ബാദുഷാ ഈ ഒരു ലെവൽ പെർഫോമൻസ് തന്നെ മുന്നോട്ട് പോട്ടെ, ഉണ്ടാവട്ടെ ഇനി അങ്ങോട്ടും. നമ്മൾ സാധാരണ ഈ അനുപല്ലവിയുടെയും ഇത്രയും ടഫായിട്ടുള്ള കണ്ടിന്യൂസ് വരികൾ ഇങ്ങനെ വരുന്ന അനുപല്ലവിയുടെയും ചരണത്തിന്റെയും നമുക്കറിയാം എൻഡിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് സാധാരണ രീതിയിൽ അത് കൈവിട്ടു പോകും. അവിടെ ആണ് ബാദു അതിനപ്പുറത്ത് വരുന്നത്, ഇല്ല ആയിട്ടില്ല കഴിഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് തരുന്നത്. അതൊക്കെ വലിയ കാര്യമാണ്. അപ്പം പിന്നെ ആ ത്രോട്ടിന് മുകളിലുള്ള കൺട്രോൾ ഇതൊക്കെയാണ്. അപ്പം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ ബാദു. താങ്ക് യു സർ. രേണു ചേച്ചി? ബാദു, വാക്കുകളില്ല. അതെ, സത്യമായിട്ടാ പറയണേ, വാക്കുകളില്ല എനിക്കതുകൊണ്ട്. ഞാൻ ഇതിന്റെ അനുപല്ലവി കുറെ ചേഞ്ച് പോലെയൊക്കെ അല്ലേ, ഒന്ന് പാടിത്തരുമോ എനിക്ക്? കേൾക്കാനാണ് എന്റെ ഇഷ്ടം കൊണ്ടാ ഞാൻ പറയണേ. പുഞ്ചിരി ചൊടിയിൽ നെഞ്ചിലോ പിരിശം വഞ്ചന എന്തെന്നറിയില്ല. പലവിധ ജാതി പല മതമെന്നാൽ വൈരികളാകാൻ നിന്നില്ല. പള്ളിയും അമ്പലം മസ്ജിദും തൊട്ടതിലാർക്കും എതിരില്ല. പരിമളമിപ്പൂങ്കാവിലൊരമ്മ പെറ്റൊരു മക്കൾ പൊരുതില്ല. മരതക മണിവല മധുമൊഴിയിടുക്കുല കുയിലായി വൈദ്യർ ചങ്ങം പുഴയും പാടിയ ഈരടി കരളിൽ നിറയും. മലയാള മൊഴി നമുക്കതിർപ്പമിത മഹിയങ്ങും വഴ്ത്തും മനപ്പൊരുത്തമിത. മലരണി കാടുകൾ തിങ്ങിയ സ്ഥാനമിത.
താങ്ക് യു. എപ്പോഴും എനിക്ക് പറയാനുള്ളത് തന്നെ, ഇത് നിലനിർത്തി തരട്ടെ പഠിച്ചോൻ ട്ടോ. അത് പറയന്നെ വേണം. നന്നായിട്ട് പാടിയോനെ. താങ്ക് യു. താങ്ക് യു രേണു ചേച്ചി. ഇനി നമുക്ക് സീനത്ത മാം എന്താണ് പറയുന്നത് നോക്കാം. ബാദുഷ, എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം എനിക്കിപ്പോ ഒന്ന് തോന്നുന്നു, മോൻ എനിക്ക് ജനിച്ചില്ലല്ലോ എന്നുള്ളതാണ്. 14-ാം രാവ് എന്നുള്ള ഈ പ്രോഗ്രാം ഞാൻ ആദ്യമായി കാണുമ്പം തന്നെ ബാദുഷാനെ ഞാൻ അന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് വിലയിരുത്തിയൊരു മോനായിരുന്നു. ഇത്ര ചെറുതിലെ ഇത്ര നന്നായി പാടുന്നു. ഓരോ എപ്പിസോഡ് കഴിയും തോറും മോൻ വളർന്ന് വളർന്ന് വരികയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടതെങ്കിലും എന്തെല്ലാം നമ്മളെ കേരളത്തിനെ കുറിച്ചും ഒരേ ജാതി ഒരേ മതം ഒരൊറ്റ നെറ്റിലെ പൂക്കളെ പോലെ തന്നെ മോൻ അതിന്റെ മാധുര്യം ഒന്നും തന്നെ കുറക്കാതെ, ഒരു തരി പോലും ഒരു സ്ഥലത്ത് പോലും യാതൊരു കളങ്കവും പോലും വരുത്താതെ അതിന്റെ ഭംഗിയിൽ തന്നെ പാടിയ ബാദുഷ, എങ്ങനെയാണ് ഇതിന്റെ ഒരു നല്ലതാണോ ചീത്തയാണോ എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു തരി ഞങ്ങൾക്ക് വേണ്ടേ? അത് ഞങ്ങളെ കൊണ്ട് പറയാൻ ഞങ്ങളിവിടെ ഇരിക്കുന്ന ജഡ്ജികൾ ആർക്കും സാധിക്കില്ല. എങ്കിലും ഇനിയും അള്ളാഹു ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ മനസ്സ് നൊന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഒരു കലാകാരി എന്നുള്ള നിലയിൽ. താങ്ക് യു മാം. ബാദുഷ കുട്ടിയെ ഹായ്. ഇഷ്ടായോ കമന്റ്സ് ഒക്കെ കേട്ടിട്ട്? ഇഷ്ടായി. ശരിക്കും ഈ സോങ് 14-ാം രാവിന് വേണ്ടിയിട്ടാണ് എഴുതിയത്, ട്യൂൺ ചെയ്തത്. അപ്പൊ കേൾക്കുമ്പോൾ അവർക്കും തോന്നുന്നുണ്ടാവും ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ചെയ്തൊരു ക്രിയേറ്റീവായിട്ട് ചെയ്തൊരു വർക്കിന് കിട്ടുന്നൊരു എന്താണ് റിവാർഡാണ് അല്ലേ? ഓക്കെ, എന്തായാലും ഈ ഒരു എഫക്റ്റിൽ നമുക്ക് മാർക്ക് ചോദിച്ചു നോക്കാം. ഷാൻ സർ. ബാദ്ഷ എന്തായാലും ഇത്രയും നമ്മളെ ഞെട്ടിച്ച സ്ഥിതിക്ക് 29.5. ഔട്ട് ഓഫ് 30, 29.5. താങ്ക് യു ഷാൻ സർ. രേണുത 29.5. ഔട്ട് ഓഫ് 30, 29.5. താങ്ക് യു. ഫൈസൽ സർ. അര ഞാൻ കുറക്കുന്നു, 29.5. താങ്ക് യു. ഓക്കെ, ഔട്ട് ഓഫ് 30, 29.5. വീണ്ടും ഇനി സീനത്ത് മാം എത്ര നമുക്ക് തരുന്നു നോക്കാം. 10-ൽ ഒട്ടും കുറക്കുന്നില്ല, 9.5 മോനെ. താങ്ക് യു. ഔട്ട് ഓഫ് 10, 9.5 മാർക്സ് ആണ് സീനത്ത് മാം നൽകിയിരിക്കുന്നത്. സോ ഈ ഇശൽ പ്രിയം റൗണ്ടിൽ ബാദുഷ സ്കോർ ചെയ്തിരിക്കുന്നത് 98 മാർക്സ്. നമ്മുടെ ടോപ്പ് മാർക്കാണ് അല്ലേ? ഇതിനു മുന്നേ ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എത്ര വരെ വന്നിട്ടുണ്ട്? 97 വരെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കടത്തി വെട്ടി. ഇതുപോലത്തെ ഒരു ഞെട്ടിക്കലാണ് അല്ലെ നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ? ഇതൊരു എന്താണ്, ഒരു പാഠമാവണം അല്ലെ? ഓക്കെ, എന്തായാലും എനിക്കൊരു കാര്യം പറയാണ്ട്. ഇത് എന്നെ പഠിപ്പിച്ചു തന്നത് എന്റെ മ്യൂസിക് സാറ് തൊടുപുഴയിലെ നിസാർ മാഷാണ്. പിന്നെ എന്റെ ഗുരു അനീഫ് മുടിക്കോടുമാണ്. പിന്നെ ഓർക്കസ്ട്ര നല്ലത് വായിച്ചിട്ടുണ്ട്. ആർക്കും താങ്ക്സ്. എല്ലാവരോടും താങ്ക്സ് അല്ലേ? ഓക്കെ, ഇപ്പൊ 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അതെ. ഓക്കെ, അപ്പൊ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് കാത്തിരിക്കാം. സുൽത്താൻ ആവണ്ടേ? ഓക്കെ, താങ്ക് യു.